വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇപ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഫിഷ് കറിയാണ് ചെയ്യുന്നത്. വെജ് അല്ല, നോൺ വെജ് അല്ല. എല്ലാവർക്കും അറിയാലോ അല്ലേ അത് നോൺ വെജ് ആണെന്നുള്ളത്. എന്തൊരു പൊട്ടത്തര ഇവൾ പറയുന്നത് എന്നല്ലേ ചിന്തിച്ചേ. സാരമില്ല, ചില സമയം പൊട്ടത്തരമൊക്കെ പറയുമ്പോഴും രസമുണ്ട്. ഇനി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മീൻകറി എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്നാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്തില്ലേ, ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്ത പോലത്തെ അല്ല, കുറച്ചൊരു വ്യത്യാസമായിട്ടാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി വെച്ചാലും മീൻ കറി വെച്ചാലും ഒക്കെ ഒത്തിരി ടേസ്റ്റാണ്. ഞാനിത് വീട്ടിലുണ്ടാക്കി കൊടുത്തു, അപ്പോൾ ആരും എന്നെ ഒന്നും പറഞ്ഞില്ല. അതാണ് എൻ്റെ ഏക സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നാൽ നമ്മുടെ മലയാളികളുടെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ആദ്യം നമ്മൾ എന്നാ പറയുക, ഇച്ചിരി കുറച്ച് സാധനം അരയ്ക്കാനുണ്ട്. അരയ്ക്കാൻ എന്ന് പറയുമ്പോൾ ഇത് വഴറ്റിയെടുത്താൽ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരച്ചെടുക്കുമ്പോൾ അതിന് ഗ്രേവിക്ക് ഒരു ഇച്ചിരി തിക്നെസ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അത് വെച്ച് എന്ന് നമ്മളിങ്ങനെ ഇട്ട് വഴറ്റിയെടുക്കുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ നമ്മുടെ മിക്സിയുടെ ബൗൾ എടുത്ത് വെച്ച് ഒരു സവാള അതിൻ്റെ കണക്കാക്കി ഇങ്ങനെ നീളത്തിൽ തന്നെ അരിയണം, അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല, റഫായിട്ട് കട്ട് ചെയ്തിട്ടേച്ചാൽ മതി. ഇതെന്തായാലും ചതയ്ക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാളയുടെ കണക്ക് മതിയേ, കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇതെല്ലാം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഇത്ര ഒന്നും അളവ് പറയുന്നില്ല. കാര്യം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന മീനിൻ്റെ അളവ് പോലെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ദശകട്ടിയുള്ള മീൻ ഏതാ, നെമ്മീൻ നല്ലതാ, ബാസ ഫിഷ് നല്ലതാ, മോത നല്ലതാ, ഇങ്ങനത്തെ നല്ല സോഫ്റ്റ് മീൻ ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇട്ട എന്തൊക്കെയാ, സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇടാൻ പോകുന്നത് കുറച്ച് സാദാ ജീരകമാണ്. സാദാ ജീരകത്തിൻ്റെ ചൊവ്വ, ഇത് സത്യം പറഞ്ഞാൽ മീൻകറിയിൽ സാദാ ജീരകത്തിൻ്റെ ചൊവ്വ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മലയാളികളുടെ ഇടയിൽ ഒരു മോഹിച്ചിരിക്കുമോ എന്നല്ലേ തോന്നുകയല്ലേ. പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ളിട്ടേച്ചാൽ മതി. പക്ഷെ അതിനകത്ത് ആ ടേസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അങ്ങനെയൊന്നും വരികയില്ല. ഇനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചിട്ട് വരാൻ, ചതയ്ക്കല്ല ചെയ്യുന്നത്, അരച്ചേച്ചാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയും കൂടെ ഒന്ന് ചൂടാവട്ടെ. വേണ്ടേ, ഞാൻ അത് ഇച്ചിരി ചതച്ചെടുത്തിട്ടുണ്ടേ. ചതച്ചല്ല, കുറച്ച് അരയെണ്ണ ചെയ്തു, എന്നാൽ തീരെ അങ്ങ് അരഞ്ഞു പോയിട്ടുമില്ല. നമ്മുടെ ചട്ടി ചൂടായി. ഇനി മീൻകറി വയ്ക്കുമ്പോൾ എത്രയായാലും നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ എണ്ണ, വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതല്ല, അത് ഉപയോഗിക്കാനൊക്കത്തില്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും മതി. എനിക്ക് ശരിക്കും മീൻകറി വെക്കുമ്പോഴത്തേനും ഒരു ഇറച്ചിക്കറി, നാടൻ ഇറച്ചിക്കറിയൊക്കെ വെക്കുവാന്നേൽ ഏറ്റവും ഇഷ്ടം എനിക്ക് വെളിച്ചെണ്ണയിൽ വെക്കാനാണ്. അതിൻ്റെ ഒരു സ്വാദ് തന്നെയാണ്. എണ്ണ നല്ല ചൂടായിട്ട് ഫസ്റ്റ് കുറച്ച് കടുക്, ഉലുവായും ഇതേപോലെയാ, ഒരു 3-4 മണി ഇട്ടേച്ചാൽ മതി. എന്നാന്നറിയോ, അത് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ കഴിക്കും. ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടാം, അതല്ല വട്ടത്തിൽ അരിയാം, എങ്ങനെയായാലും. പിന്നെ ഈ പച്ചമുളക് ആണെങ്കിൽ ചില പച്ചമുളക് നല്ല എരിവാ, നോക്കിയേച്ച് വേണം. ഞാനിവിടെ ഇതിപ്പോൾ ഏകദേശം 1 കിലോളം അടുപ്പിച്ച് വരും. അതിൻ്റെ എരിവ് കണക്കാക്കി, അതായത് ഇപ്പം ഞാൻ ഇടാൻ ഒരു 4 പച്ചമുളക് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ഇനി ഇത് നല്ലതായിട്ട് വഴറ്റണം. വഴറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വഴന്ന് വരികയല്ല ചെയ്യേണ്ടത്. ഇത് വഴന്ന് വരുമ്പോൾ കുറച്ച് കുഴഞ്ഞ് എണ്ണ വറ്റി ഇങ്ങനെ പിരിപിരിപിരാവും. അതാണ് അതിൻ്റെ പരുവം. അതായത് ഒരു ബ്രൗൺ നിറം ആവണം. അതാണ് അതിൻ്റെ ഒരു, അല്ലെങ്കിലുണ്ടല്ലോ ആ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചൊവ്വ ഇങ്ങനെ അതിനകത്തോട്ട് നിൽക്കും. അപ്പോൾ അത് മാറാനായിട്ട്
അതിൻ്റെ മാക്സിമം പരുവെന്ന് പറയുന്നത് ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബിരിയാണിയുടെയൊക്കെ ആ ഒരു ബ്രൗൺ അല്ല. ഇത് ഇച്ചിരി മൂത്ത് വരുമ്പം തേങ്ങ നമ്മൾ വറുക്കാൻ എടുക്കുകയല്ലേ, വറുത്ത് കഴിയുമ്പോൾ ഉള്ള ഒരു പരുവല്ലേ, അതേപോലെ ഇതിങ്ങനെ പിരിപിരാവും. അതാണ് അതിൻ്റെ പരുവം. ഇത് പാനിനകത്ത് ഇടുമ്പം കുറച്ചുകൂടെ ഇങ്ങനെ ഒരു എന്നാ പറയുക, ചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ മൊരിഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഗ്രേവി ചേർക്കുമ്പോൾ അതാവും. അതല്ല പാനിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ നോക്കും. ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പാനിൽ ചെയ്തു. ഇനി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് നമ്മുടെ പൊടികൾ ഓരോന്നായിട്ട് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്താൽ മതി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി. ഇപ്രാവശ്യം ആ ചൂടായ എണ്ണയിൽ ആ പൊടി ഇട്ട് കഴിയുമ്പോൾ ഒന്ന് മൂക്കുമല്ലോ, അത് മതി. അന്നേച്ച് നമ്മളിവിടെ ഒരു തക്കാളി അരച്ചു വെച്ചിരിക്കുവാണേ, അതിനകത്തോട്ട് ചേർക്കുക. ഇതെല്ലാം ഈ അരച്ചു വെക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്നാണെന്നറിയോ, നമ്മുടെ ഗ്രേവി നല്ല തിക്കായിരിക്കും. ഈ തക്കാളിയുടെ വെള്ളമയം ചെല്ലുമ്പോഴത്തേക്ക് ആ ചട്ടിയിൽ അടുക്കി പിടിച്ചിരുന്ന സാധനം എല്ലാം ഇങ്ങനെ ഇളകിക്കോളും. ഇനിയിപ്പോൾ അഥവാ നേരെ തിരിച്ചാന്ന് വെച്ചോ, നമ്മളിപ്പോൾ ആദ്യം തക്കാളി ചേർക്കുവാന്നേൽ 2 ഓപ്ഷൻസും തരാം. ആദ്യം തക്കാളി ചേർക്കുവാന്നേൽ, അതായത് പൊടി ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർക്കുവാന്നേൽ തക്കാളി നല്ല വഴന്ന് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പം നമ്മൾ ഈ പൊടിയെല്ലാം ചേർക്കും. ഈ പൊടിയെല്ലാം ചേർത്ത് വെച്ച് പൊടി ചേർക്കുമ്പോഴത്തേക്ക് ഒരു ഡ്രൈനെസ് വരും. അന്നേരം എന്നാ ചെയ്യണമെന്നോ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഈ വെള്ളം കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇപ്പോൾ ഇഷ്ടം. കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് മാത്രം ഈ വെള്ളത്തിന് അധികം വെള്ളം നമ്മുടെ ചട്ടിയിലോ കറി വെക്കുമ്പോൾ ഒഴിക്കാതെ അതിൽ നിന്ന് തന്നെ വെള്ളം, നമ്മൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തക്കാളിയിൽ തന്നെ ആ വെള്ളം വരും. ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിയണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഉപ്പിട്ടോ, പിന്നെ നോക്കി വെച്ചിടാം. പുളി ഉപയോഗിക്കുന്നത് കുടംപുളിയാണേ. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പുളി ഇട്ടെ. ഇനിയാന്നു അതേ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുവാന്നേൽ ഇനിയിപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണ തെളിഞ്ഞു വന്നില്ല എന്ന് വിചാരിച്ചോ, അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചോ. വെള്ളം ഒഴിച്ച് ഒത്തിരി അങ്ങ് ഒഴിക്കരുത്, ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ എണ്ണ തെളിയിച്ചെടുത്താൽ മതി. അന്നേരം എന്നാ അറിയോ ഗുണം, നമ്മുടെ ഇട്ട പൊടിയൊക്കെ ഉണ്ടല്ലോ അത് കരിഞ്ഞു പോവാതെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പരിചയം പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഇടുമ്പോഴത്തേന് ആ പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആ എണ്ണയൊന്ന് തെളിയിച്ചെടുത്തേച്ചാൽ മതി. വേണ്ടേ, ഇപ്പം അത് കണ്ടോ, എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എണ്ണ ഒഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ, അതല്ല 2ാം പാലാണെങ്കിൽ അതും ചേർക്കാം. ഇപ്പം ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചേ. ഇതിപ്പോൾ ഇത്രേ വരുന്നുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, നമ്മൾ ഈ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയ തീയിൽ നമ്മുടെ മീനും അങ്ങ് ഇട്ട് കൊടുക്കണം. മീൻ ഇട്ട് കഴിഞ്ഞാൽ തവി ഇട്ടിളക്കരുതെന്ന് അമ്മമാർ പറഞ്ഞു തന്നേക്കുന്നത്. പക്ഷേ മീൻ വെന്തിട്ടാണ് അത് ചെയ്യാൻ പാടില്ലാത്തത്. അതിന് മുമ്പ് ഒന്ന് ഇളക്കി ആ ഗ്രേവിയിലേക്ക് മീനൊന്ന് നല്ലോണം താത്തി വെക്കാം, എന്നാലല്ലേ മൊത്തത്തിൽ ഒന്ന് വേവത്തുള്ളൂ. ഇനി ചെറിയ തീയലിട്ടിട്ട് ആവശ്യം പോലെ കറിവേപ്പില, എന്നെപ്പോലെ കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒരു മണം നമ്മുടെ മീൻകറിയെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാണ്. കറിവേപ്പിലയുടെ മണം മീൻകറിയിലൊക്കെ ഇടുമ്പോൾ അത് നല്ലതാണ്. ഇനിയിപ്പോൾ കൊള്ളുകലെന്ന് പറഞ്ഞാലും ഞാൻ പറയും നല്ലതാണ്. ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ചെറിയ തീയൽ ഇത് ഇരുന്ന് ആ മീനിനകത്തു നിന്നും കൂടെ ഒന്ന് വെള്ളം ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് ആവശ്യമുള്ള ഗ്രേവി. ഇനി ഇത് ഒത്തിരി അങ്ങ് നീണ്ട ഗ്രേവിയൊന്നുമല്ല,
ഒരു സെമി ഗ്രേവി അത്രേ ഉള്ളൂ. അതായത് ഇനി മീനിൽ നിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അത്രയും ഉള്ള ഗ്രേവിയെ ഈ മീനിന് കാണത്തുള്ളൂ. ഇനിയിപ്പോൾ അഥവാ വേണമെന്ന് വെച്ചോ, ഗ്രേവി കൂടുതൽ വേണമെന്ന് വെച്ചോളൂ. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്, നമ്മൾ 1-ാം പാൽ ഒഴിച്ചില്ലേ, ആ സമയത്ത് 2-ാം പാൽ ഒഴിച്ചിട്ട് മീൻ ഇട്ട് വേവിക്കുക. വാങ്ങാറായിട്ട് ആ 2-ാം പാൽ നല്ലോണം തിളച്ച് ഒരുവിധം വറ്റി കഴിയുമ്പോഴത്തേക്ക് തലപ്പാൽ ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് ആവശ്യമുള്ളൊരു ഗ്രേവി കിട്ടും. പക്ഷേ 1-ാം പാലിൽ വേവിച്ച് വറ്റിച്ചെടുക്കുന്നതാണ് ഈ മീൻകറിയുടെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. 2 ഓപ്ഷനുണ്ട്, രണ്ടിനും സ്വാദ് വ്യത്യാസമൊന്നുമില്ല. എന്നാലും കട്ടിപ്പാലിൽ വേവുന്നതും 2-ാം പാലിൽ വേവുന്നതിനും ഒരു വ്യത്യാസമുണ്ടല്ലോ, ആ വ്യത്യാസം എന്തായാലും ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് അപ്പം അതിൻ്റെ കൂടെ കൊടുക്കാൻ പോകുന്നത്. നല്ല കോമ്പിനേഷനാണ് അപ്പവും മീൻകറി എന്ന് പറയുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള, അത് എനിക്കെന്നല്ല മിക്കവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പവും മീൻകറി, ദോശ മീൻകറി. ഈ മീൻകറി ചോറിൻ്റെ കൂടെയും ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇത് പത്തിരിയുടെ പോവും, പിന്നെ ഏത് വേണമെങ്കിലും ചപ്പാത്തിയിലൂടെ ഒക്കെ നല്ല ബെസ്റ്റ് മീൻകറിയാണ് ഇത്.